ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മുറ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു. രാത്രിയാണ് കേട്ടോ കണ്ടത്, അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇടാത്തത്. എന്തിനാണെങ്കിലും സിനിമ കണ്ട്. നമ്മുടെ മുഹമ്മദ് മുസ്തഫയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. കപ്പേള എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ് കേട്ടോ. ആൻഡ് റിട്ടൺ ബൈ സുരേഷ് ബാബു, പ്രൊഡ്യൂസ് ബൈ റിയ ഷിബു. അഭിനയിച്ചിരിക്കുന്നവർ സുരാജ് ഏട്ടൻ, അതേപോലെ 4 പയ്യന്മാർ കേട്ടോ. അതിൽ അനന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ചെറുകൈ മോനെ, നിനക്ക് നല്ല കിണ്ണം കാച്ചി ഭാവിയുണ്ട് കേട്ടോ. അങ്കമാലി ഡയറീസിൽ പെപ്പയെ കണ്ടതുപോലെയും നമ്മുടെ മറ്റേ പടം ഉണ്ടല്ലോ മലർവാടി ആർട്സ് ക്ലബ്ബിൽ നിവിൻ പോളിയെ കണ്ടതുപോലെയും നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഈ ചെറുക്കനെ അഭിനയം കാണുമ്പോൾ. അവൻ്റെ പേരെന്തിനായിരുന്നു എന്തോ കേട്ടാ, കിട്ടില്ല കേട്ടോ. നീ ആരാണെങ്കിലും മച്ചാ, യു ആർ വേറെ ലെവൽ, യു ഹാവ് എ ബ്രൈറ്റ് ഭാവി, പ്ലീസ് മൂവ് ഫോർവേഡ്. നീ ഒരു വലിയൊരു നടനായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ബ്രോ. അതേപോലെ നമ്മുടെ മാലാ പാർവതി ചേച്ചിയുണ്ട്, ഒരു കട്ട ഗുണ്ടിയായിട്ട്. ചേച്ചി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ചൊറി ക്യാരക്ടറാണ്. അതേപോലെ സുരാജ് ഏട്ടൻ്റെ സ്ട്രോങ് ഹോൾഡാണ് ഈ ഒരു സാധനം. തിരുവനന്തപുരത്തുള്ള മറ്റേ എക്സ് റിട്ടയർഡ് ഗുണ്ട. അത് അവിടെ താമസിച്ചിരിക്കണവർക്കൊക്കെ അറിയാണ്. ഈ കൊച്ചിലെയൊക്കെ ഞാനൊക്കെ പഠിച്ച സ്കൂളിലൊക്കെ ആണെങ്കിൽ അണ്ണന്മാരെയൊക്കെ കാണും. അണ്ണനുണ്ടോ അങ്ങനൊരു പണ്ട് ഇവിടെ വേറെ ഒറ്റവനെ തട്ടിയിട്ടുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മളെയൊക്കെ ഇടയിലുണ്ട് സ്കൂൾ ടൈമിൽ. എന്നിട്ട് നല്ല ഹോൾഡുള്ള ചേട്ടന്മാരെയൊക്കെ കമ്പനി അടിക്കണം. ആകുമ്പോൾ നമ്മൾ എന്തൊരു തൊട്ടിത്തരം കാണിച്ചാലും അവർ നമ്മളെ സെറ്റാക്കുന്നത്. അത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതങ്ങനെയാണത്. കുറേ ഗുണ്ടകളും ആ ഗുണ്ടകളെയൊക്കെ പൊക്കി നടക്കണവരും നമ്മളും പുള്ളിയായിട്ട് അവിടെ പോയി സെറ്റായിരുന്നു. അവിടെ മറ്റേ ചേട്ടൻ വന്നു, മറിച്ച ചേട്ടൻ വന്നു എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ച് ബോധവും ബുദ്ധിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ദൈവമേ എന്തിനായാലും നമ്മൾ അവിടെയൊക്കെ പോയി നിന്നേന്നേ. ഓ ഗോഡ്, ഇറ്റ് ഈസ് ക്രേസി ബ്രോ. എന്തായാലും സിനിമാറ്റോഗ്രഫി ഫാസിൽ നാസർ ആണ്, ഗംഭീരം. എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ. മ്യൂസിക് അതൊരു വേറെ ലെവൽ എടുത്ത് പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്രിസ്റ്റി ജോബി പുലിയാണ് കേട്ടോ, അടുത്ത വരണ പുലിയാണ് മോനെ. അതേപോലെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക. നമ്മൾ മറ്റേ ഭയാനക വല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല, പ്യുവർലി മേക്കിംഗ് എന്നുള്ള രീതിയിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ലൈക്ക് മറ്റേ എല്ലാ സാധനങ്ങളും ഉണ്ട്. എൻവി, മറ്റേ വെഞ്ചൻസ്, ബിട്രയൽ എന്ന് പറയുന്ന ഓരോ നമ്മുടെ മറ്റേ സിന്നുകളുണ്ടല്ലോ, ആ സാധനങ്ങളെയൊക്കെ കൂട്ടി കുഴപ്പിച്ച് വെച്ചിട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാധനം. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ എന്നൊരു സ്റ്റോറി ലൈനാണ് ഈ സിനിമ പോകുന്നത്. ആ 4 ചെറുക്കന്മാരെയും അല്ലെങ്കിൽ ആ 6 ചെറുക്കന്മാരെ കേട്ടോ, അതിൽ അവർ 6 പേരുടെയും ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് പക്കയായിട്ട് കണക്റ്റ് ആയാൽ ഈ സിനിമ രസമാണ്. അല്ലെങ്കിൽ പിന്നെ യു വിൽ നോട്ട് എൻജോയ് ദിസ് മൂവി അറ്റ് ഓൾ. നിങ്ങൾക്കിത് കണക്റ്റേ ആയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ പറയില്ല, ആ ചെറുക്കന്മാരുടെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ 1 സ്റ്റെപ്പ് മുകളിലാണ് നിൽക്കുന്നത്. 4 ഗഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് കൊള്ളാം. ആ 4 ചെറുക്കന്മാർ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു പോയൊരു സാധനമുണ്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. 50 ഈ സിനിമ ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്തിരുന്നെങ്കിൽ ആ 4 കൂടെ എടുത്തിട്ട് അങ്ങേര് പിഴിഞ്ഞെടുത്തേനെ. സെറ്റായി. അവർക്കൊക്കെ കയ്യിൽ ഇങ്ങനത്തെ യങ് ബ്ലഡുകളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇവരാണെങ്കിൽ ആക്രോബാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിക്ക് ഒരു രസമായിരിക്കും. ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ ചില സാധനങ്ങളൊക്കെ നല്ലതാണ്. ചില ഇമ്പാക്ട്ഫുൾ ഫൈറ്റുകളൊക്കെ ഉണ്ട്. ഈ ഒരുത്തിനെ പഞ്ഞിക്കിടുന്ന ഒരു സാധനമുണ്ട്. അതൊരു സംഭവം സാധനം. ആ ഒരു സാധനമുണ്ട്, അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ. നമ്മൾക്കിങ്ങനെ പോയോ അടിക്കടോ അവനെയാണ് നമ്മൾ പറയും. അങ്ങനത്തെ കുറേ സീനുകളുണ്ട് കേട്ടോ. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 2-3 പേരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ക്ലൈമാക്സിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമുക്ക് തന്നെ ഏകദേശമൊക്കെ എഴുതി വരയ്ക്കാവുന്ന ഒരു കഥയും ബഹളവും ഒക്കെ തന്നെയാണ്. പക്ഷേ മേക്കിങ്ങിൽ ഞാൻ പറയും, നിങ്ങൾക്കൊരു പക്ക ഒരു റോ ആയിട്ടുള്ളൊരു ഫൈറ്റ് പടം കാണണമെന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലാത്തവർക്ക് ഇത് ഒട്ടും ദഹിക്കൂല. ഞാൻ പറയും, നമുക്ക് മറ്റേ അഡ്രിനാലിൻ റഷ് പരിപാടി കിട്ടുന്നതുകൊണ്ട് അത് രസമാണ്. അതൊരു വേറെ ലെവൽ വൈബാണ്. അത് നമ്മളിങ്ങനെ തിളച്ച് വയ്ക്കും, ഇങ്ങനെ കണ്ടല്ലോ വലിച്ച് കീറി ഒട്ടിക്കാൻ. വാസ് എ ഗുഡ് വാച്ച്. ബട്ട് ഐ വുഡ്ന്റ് സേ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പടം എന്നൊന്നും പറയാനില്ല. ബട്ട് ഒരു നല്ലൊരു ഞാൻ പറയാം, ആ ഒരു മ്യൂസിക്കും ബഹളവും അവരുടെ ആ ഒരു ഫൈറ്റ് കോറിയോഗ്രാഫിയും ഫ്രണ്ട്ഷിപ്പും ടാപ്പും ഒക്കെ വെച്ചിട്ടൊക്കെ കൊള്ളാം, ചുമ്മാ കണ്ടിരിക്കാം. എന്തിനാണ് എനിക്ക് മുറയെ പറ്റി പറയാനുള്ളത്, എനിക്ക് സുരാജ് ചേട്ടനും മാല ചേച്ചിയും നന്നായിട്ട് നല്ല സെറ്റായിട്ട് ക്യാരക്ടേഴ്സ് പിടിച്ചിട്ടുണ്ട്. അതല്ല, മാല ചേച്ചിയും തിരുവനന്തപുരമാണ്. അപ്പം ഇവർക്കൊക്കെ കൊടുക്കാനുള്ള അളവറിയാം. സുരാജ് ചേട്ടനൊക്കെ പക്കയാണ്. പുള്ളിയിലേന്ന് നമുക്ക് പുള്ളി
ചിലപ്പോൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്താണ് പഠിപ്പിക്കണത്, ഞാൻ ചെയ്തോളാം കേട്ടാ എന്നായിരിക്കും പറഞ്ഞത്. സുരാജേട്ടന് കറക്റ്റ് അറിയാം, സുരാജേട്ടന് മാലചേച്ചിക്ക് കറക്റ്റ് അറിയാം അത് എത്ര കൊടുക്കണത്. അത് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. സോ യാ, ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഒരു ട്രിവാൻഡ്രം ലോബി, അതായത് ട്രിവാൻഡ്രം ഗ്യാങ് ഇപ്പോഴും ഇതുപോലെ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ചെറുക്കന്മാരുണ്ടോ ട്രിവാൻഡ്രത്തുണ്ടോ? പ്ലീസ് കമൻറ്റ് ബിലോ. എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് പണ്ട് നമ്മളെയൊക്കെ ടൈമിലുണ്ടായിരുന്നു അണ്ണന്മാരെ പരിചയപ്പെടണം. അണ്ണനെ കൊണ്ടോടാ. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതിനുള്ള പേര് ഞാൻ മറന്നുപോയേ. നമ്മൾ സ്റ്റൈൽ പ്ലസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം നമ്മൾ നോക്കുമ്പോൾ ദൂരെ ഒരു കാറിൽ ഇങ്ങനെ ഒരു മുടി വളർത്തിയ ഒരു ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് കത്തി, മറ്റേ ഈ നേപ്പാൾ കത്തിയില്ലേ, അത് വെച്ചിട്ട് ഒരുത്തനെ ഇങ്ങനെ വെച്ചിട്ട് എന്തോ പറയണം അവിടെ, എന്നെ തട്ടിക്കളയുന്ന വെട്ടിക്കളയുന്ന എന്തോരാണ് കത്തി വെച്ചിട്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവരെ അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനും മറ്റവനും കൂടെ കണ്ടിട്ട് ഇങ്ങനെ അയ്യോ സീൻ എന്നായിരുന്നു പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അത് ആ ഒരു ടൈമിൽ നമുക്കിതൊക്കെ ഭയങ്കര ഫാൻറ്റസിയാണ്. അതായത് തിരുവനന്തപുരത്തൊന്നും ആരും നമ്മളെ തൊടരുത്, അവരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, സ്കീം. അതായത് നമ്മുടെ ആ ഒരു കാലഘട്ടം അവിടെ. അത് നമ്മളവിടെ പണ്ട് നമ്മളെ കൂട്ടുകാരനൊക്കെ മറ്റേ കവടിയാറിലൊക്കെ കിടന്നിട്ട് മറ്റേ റോഡിൽ കണ്ണന്തിരിവൊക്കെ കാണിക്കുന്നത്. പണ്ട് കുറേ ടീമുകളുണ്ട്, ഗോസ്റ്റ് റൈഡേഴ്സ്, പിന്നെ ഹെൽ റൈസേഴ്സ്, ഇങ്ങനെയൊക്കെ കുറേ ഗ്യാങ്ങുകളുണ്ടായിരുന്നു. നമുക്കൊരു ഗ്യാങ് പേരുണ്ട്, അത് ഞാൻ പറയില്ല. എന്തായാലും അത് വലിയ ഫണ്ണ് പരിപാടിയൊന്നും അല്ല. ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്ത് കോപ്പിനാണ് അതൊക്കെ ചെയ്തതെന്നേ. ഞാൻ പറഞ്ഞത് ഒരു ഇമ്മച്വർ ആയിരിക്കുന്ന സമയത്ത് യു ജസ്റ്റ് ഡൂ തിങ്സ്, യു ഡോണ്ട് തിങ്ക്. നമ്മൾ ചിന്തിക്കില്ല. അത് എനിക്കോട് ഇപ്പോഴത്തെ പിള്ളേർ അതൊക്കെ തന്നെയാണ്. നമ്മൾ ആരും ചിന്തിക്കില്ല. നമ്മളൊക്കെ ഹൈ കിട്ടണം, അഡ്രിനൽ റഷ് കിട്ടണം. നമുക്ക് അത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാനൊന്നത് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കും. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. അത് നമ്മളെ ഡിസിഷനുമാണ്. നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ് നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ ഊളത്തരം പോയി കഴിഞ്ഞാൽ ഊളത്തരം തന്നെ കിട്ടും. ഈ പടത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് എ ബ്രില്യൻസ്. ഇതാണ് നിങ്ങളുടെ ലൈഫ് പാത്തെങ്കിൽ പ്രോബബ്ലി ദിസ് വിൽ ബി യുവർ എൻഡ് എന്നുള്ളൊരു സാധനം കാണിക്കും. ഞാൻ എല്ലാവരും കാണേണ്ടതാണ്. അല്ലാതെ ഇതൊരുമാതിരി മറ്റേ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പടമൊന്നുമല്ല. അതായത് മറ്റേ നിങ്ങൾ എല്ലാവരും നാളെ രാവിലെ തൊട്ട് ഗുണ്ടയാവണമെന്ന് പറയുന്ന പടമല്ല. എവറിത്തിങ് ഹാസ് കോൺസിക്വൻസസ്. നിങ്ങൾ ആ കോൺസിക്വൻസസ് നിങ്ങൾ ഈ എടുക്കുന്ന ഡിസിഷനിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെൻ്റെ പെർസ്പെക്റ്റീവാണ്. ചിലവർക്ക് ചിലപ്പോൾ അതായിരിക്കില്ല, ഇത് തന്നെ നമുക്ക് കൊണ്ടോ മൊട്ട അണ്ണന്മാരെ പരിചയപ്പെടാവുള്ളൂ, ഇത് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ സീനാണ് കേട്ടുള്ള കാര്യം പറയാം. ഒരു ഗുണവും ഇല്ല അതിൽ നിന്ന്, ഒരു ഗുണവും ഇല്ല. ഉള്ള കാര്യം പറയാം. ആകെ പാടെ 10 പേരെടുത്ത് പറയാം നമുക്ക് ഇന്ന ചേട്ടനെ അറിയാമെന്ന്. ആ ചേട്ടൻ അവസാനം തേച്ച് കൈ തരും. അപ്പോൾ ഇരിക്കും അവിടെ ബ്ലാസ്റ്റനിരിക്കും. ഓൾ ഐ എം സേയിങ് ഇസ് ദാറ്റ് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഡിസിഷനാണ്, കോൺസിക്വൻസസ് ഉണ്ടാവും. സിനിമ കണ്ടവരാണെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുക. എന്തായാലും ഐ ലൈക്ക് ഇറ്റ് വാസ് ഗുഡ് വാച്ച്. ബിക്കോസ് എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്, കുട്ടിശങ്കരൻ്റെ. ഹൊറിബിൾ. എന്തിനാണെങ്കിലും ബൈ ഗൈസ്, ടേക്ക് കെയർ.